Yo guys, welcome back to another brand new video. നമ്മളോട് ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണ് ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ്, അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഒരു ഡൗൺ ട്രെൻഡിൽ മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ആ ബ്രേക്ക് ചെയ്ത സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല ആ ഒരു ഓർഡർ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഷോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ഒരു ഓർഡർ ബ്ലോക്കിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, ഇതിനേക്കാളും പ്രൊബബിലിറ്റി കൂടിയ ഒരു സിനാരിയോ ആണ് നമുക്ക് അതിന്റെ തൊട്ടടുത്തായിട്ട് ഇൻഡ്യൂസ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് എന്താണ് ഇൻഡ്യൂസ്മെന്റ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇൻഡ്യൂസ്മെന്റ് പോയിന്റ് ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ മാർക്കറ്റ് മേ ബി ഇവിടെ എന്ത് ചെയ്യും, ജസ്റ്റ് തൊട്ടടുത്ത് വരെ വന്നിട്ട് മാർക്കറ്റ് ഈ രീതിയിൽ എന്ത് ചെയ്യും, മാർക്കറ്റ് ബ്രേക്ക് ചെയ്യും. ഈ ബ്രേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മളിവിടെ കാണാൻ പറ്റും, നമ്മൾ സോണിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹൈ ലെഫ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത് പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസിൽ മാർക്കറ്റ് തിരിച്ച് മേലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സോണിൽ ഒരു പവർഫുൾ റിയാക്ഷനും അതുപോലെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് ഒരു തരത്തിൽ ഇൻഡ്യൂസ്മെന്റ് ഫോം ചെയ്യുക. ഈ ഒരു തരം കൂടി ഉണ്ട്, നമുക്ക് ജസ്റ്റ് അതും കൂടി ജസ്റ്റ് നോക്കാം. ഓക്കെ, രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്യും, ഈ ഒരു സോണിന്റെ തൊട്ടടുത്തേക്ക് വീണ്ടും വരും. ഈ ഒരു സോൺ ടെസ്റ്റ് ചെയ്യാതെ മാർക്കറ്റ് എന്ത് ചെയ്യും, തൊട്ടടുത്ത് വന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് വരും. മേ ബി ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് വരെ വന്നിട്ട് ചിലപ്പോൾ മേ ബി ഇങ്ങനെ പോവാം. ഓക്കെ, എങ്ങനെ പോയി കഴിഞ്ഞാലും മാർക്കറ്റ് ഇതിന്റെ തൊട്ടടുത്ത് ഒരു ലിക്വിഡിറ്റി ലെഫ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് തിരിച്ച് മാർക്കറ്റ് വരുന്ന സമയത്ത് ഈ ഒരു ഹൈ മാർക്കറ്റ് ടേക്ക് ചെയ്തതിനു ശേഷം ഈ ഒരു സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ സോണിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹൈ അല്ലെന്നുണ്ടെങ്കിൽ ഈക്വൽ ഹൈ ഇത്തരത്തിൽ ലിക്വിഡിറ്റി ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ഉള്ള സോൺസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പവർഫുൾ ആയിട്ടുള്ള റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു റിയൽ എക്സാമ്പിൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നായിട്ട് നമുക്ക് ഒരു ബൈ എക്സാമ്പിളും കൂടി പറയാം. ഇപ്പോൾ ഒരു ബൈ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോകുന്ന മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിം നമ്മളിവിടെ ബ്രേക്ക് ചെയ്ത കാരണമായിട്ടുള്ള ഡിമാൻഡ് മാർക്ക് ചെയ്യും. ഓക്കെ, ഈ ഒരു ബ്രേക്ക് വരുന്നതിന് മുന്നേ ഇപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ജസ്റ്റ് വന്നതിന് ശേഷം ജസ്റ്റ് ലിക്വിഡിറ്റി ലെഫ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് ഇതാണ് നമ്മളെ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് എന്ന് പറയുന്നത്. തിരിച്ച് മാർക്കറ്റ് ഈ ഒരു പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുന്ന് ഈ ലിക്വിഡിറ്റി ഇൻഡ്യൂസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് മേലോട്ടേക്ക് കണ്ടിന്യൂ ചെയ്യുന്നുള്ളത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, റിയൽ എക്സാമ്പിൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിന്റെ 1 hour ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 50 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഫോം ചെയ്തിട്ടുള്ള 50 മിനിറ്റിലെ ഓർഡർ ബ്ലോക്സും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഇവിടെ കാണാൻ പറ്റും 50 മിനിറ്റിൽ നമ്മൾ ഇവിടെ ഒരു സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റിന്റെ സ്ട്രോങ് ആയിട്ട് മേലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ശേഷം കൂടി കാണാൻ പറ്റും ഈ ഒരു സ്ട്രക്ചറും കൂടി മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ബ്രേക്കിന് കാരണമായിട്ടുള്ള ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, ഈ ഒരു ഏരിയ മാർക്കറ്റ് എന്ത് ചെയ്തില്ലായിരുന്നു, ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് വരെ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് മാർക്കറ്റ് അതിന്റെ തൊട്ടടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു, ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും മേലോട്ടേക്ക് മൂവ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സിനാരിയാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഹൈ തിരിച്ചു വന്നു, ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ചെയ്തതിനു ശേഷം അതിന്റെ തൊട്ടടുത്ത് വന്നതിന് ശേഷം ആ ഒരു സോണ് നമ്മൾ ആ സോൺ ടെസ്റ്റ് ചെയ്ത മാർക്കറ്റ് എന്ത് ചെയ്തു, വീണ്ടും ഹൈ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു സോൺ ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയത്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ലെഫ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പോയി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സോൺ എന്തായിരിക്കും, വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു സോൺ ആയിരിക്കും. തിരിച്ച് മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിയാക്ഷൻ ആൻഡ് കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ആ ഒരു സോണിൽ വന്ന സമയത്ത് റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ആ ഒരു സോൺ ഇങ്ങോട്ടേക്ക് നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് തിരിച്ചു വന്നു. ആ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് നമ്മൾ സോണിന്റെ തൊട്ടടുത്തായിട്ട് ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ലോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇൻഡ്യൂസ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ട് മേലോട്ടേക്ക് മൂവ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ലോങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഒരു നല്ലൊരു ഗെയിൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, സോ ഇതാണ് ഒരു ബൈ കേസിൽ അല്ലെങ്കിൽ ഒരു ബുൾ മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡ്യൂസ്മെന്റ് സിനാരിയോ. ഓക്കെ, സോ നമുക്ക് ഇവിടെ വീണ്ടും കാണാൻ പറ്റും മാർക്കറ്റ് അടുത്തൊരു സ്ട്രക്ചർ ഇവിടെ വീണ്ടും ബ്രേക്ക് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് അടുത്തൊരു ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഈ ഒരു പോയിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ എന്ത് ചെയ്തു, മേലോട്ടേക്ക് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ബ്രേക്കിന് കാരണമായിട്ടുള്ള ലാസ്റ്റ് ഡിമാൻഡ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഈ ഒരു ഡിമാൻഡ് ഏരിയ ആണ്. ഓക്കെ, സോ ഈ ഒരു ഡിമാൻഡ് ഏരിയന്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് വീണ്ടും കാണാൻ പറ്റും ഇവിടെ ഒരു ലോ ലെഫ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പോയി. സോ ഇതെന്തായിരുന്നു, ഒരു ഇൻഡ്യൂസ്മെന്റ് ആയിരുന്നു. തിരിച്ച് മാർക്കറ്റ് ആ ഒരു സോണിലേക്ക് തിരിച്ചു വന്ന സമയത്ത് ആ ഒരു സോൺ മാർക്കറ്റ് ക്വിക്കായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോണ് റെസ്പെക്ട് ചെയ്യുന്നതും അതുപോലെ സ്ട്രോങ് ആയിട്ട് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഡ്യൂസ്മെന്റ് ഉള്ള സോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിന്നിങ് റേഷ്യോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷാർപ്പ് റിയാക്ഷൻ നമുക്ക് എനി ടൈം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനാരിയോ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഏതെങ്കിലും ഒരു ബിയറിഷ് എക്സാമ്പിളും കൂടി ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് നോക്കാം. സോ ആക്ച്വലി നമുക്കിവിടെ ഈ ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് തന്ന സമയത്ത് ഇവിടെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു സ്ട്രക്ചർ ഇവിടെ ഷിഫ്റ്റ് തന്നു. ആ ഒരു ഷിഫ്റ്റ് തന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഒരു സ്ട്രോങ് ഫെയർ വാല്യൂ ഗ്യാപ്പ് നമുക്ക് ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ സെയിം തിങ് നമ്മൾ കാണാൻ പറ്റും ആ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സപ്ലൈ ഫെയർ വാല്യൂ ഗ്യാപ്പിന്റെ തൊട്ടടുത്തായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, മേലോട്ട് വന്നിട്ട് ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ സോണിന്റെ തൊട്ടടുത്തായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു. തിരിച്ച് മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഷാർപ്പായിട്ട് റിയാക്ഷൻ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്തരത്തില് നമ്മളെ സോണിന്റെ അടുത്ത് ലിക്വിഡിറ്റി ഫോം ചെയ്ത് ആ ഫോം ചെയ്ത ലിക്വിഡിറ്റി മാനിപ്പുലേറ്റ് ചെയ്തതിനു ശേഷം റിവേഴ്സ് ആവുന്ന ഈ ഒരു സിനാരിയോനെയാണ് എന്ത് വിളിക്കുക, ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കുക, ജസ്റ്റ് ബാക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ അത് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യാനൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോം കൊടുക്കുന്നുണ്ട് വീഡിയോന്റെ. സോ ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.